ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ശംഖുപുഷ്പം കൊണ്ടുള്ള ഒരു സോപ്പ് ഉണ്ടാക്കുന്ന വീഡിയോയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഒത്തിരി ദിവസമായി ശംഖുപുഷ്പം വെച്ചിട്ടൊരു സോപ്പ് ഉണ്ടാക്കണമെന്ന് ആഗ്രഹിക്കണം. അപ്പോൾ അതിനായിട്ട് എനിക്ക് നല്ല ശംഖുപുഷ്പത്തിൻ്റെ ഫ്ലവർ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് അന്വേഷിച്ചപ്പോൾ എൻ്റെ അയൽവക്കത്ത് തന്നെ ഈ ശംഖുപുഷ്പത്തിൻ്റെ ഫ്ലവർ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ അവിടെ പോയി അത് കളക്ട് ചെയ്തിട്ട് പിന്നെ കുറച്ച് സോപ്പിനും കുറച്ച് ഫേസ് ക്രീം ഉണ്ടാക്കാനും എല്ലാത്തിനായിട്ട് എനിക്ക് ഇഷ്ടം പോലെ ഫ്ലവർ കിട്ടിയിട്ടാണ്. അപ്പോൾ ഞാനത് ഇങ്ങനെ ശംഖുപുഷ്പത്തിൻ്റെ ഫ്ലവർ ഉണക്കി പൊടിച്ച് ലിക്വിഡാക്കി വെച്ചേക്കണേണത്. അപ്പോൾ നമുക്കിത് ആവശ്യത്തിന് ഫേസ് ക്രീമോ അല്ലെങ്കിൽ സോപ്പ്, ഷാമ്പു, അതുപോലെ ഫേസ് വാഷ് എന്തുണ്ടാക്കണമെങ്കിലും ഇതെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതുകൊണ്ട് നമുക്ക് അത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ അതിനായിട്ട് 1/2 കിലോ സോപ്പ് ബേസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ എപ്പോഴും പറയും പോലെ പ്രീമിയം ക്വാളിറ്റിയിലുള്ള സോപ്പ് ബേസ് വെച്ചിട്ടാണ് ഞാൻ സോപ്പ് തയ്യാറാക്കണത്. അപ്പം അത് മെൽറ്റ് ചെയ്യാനായിട്ട് ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഒത്തിരി അങ്ങോട്ട് ലാഗാക്കാണ്ട് പരമാവധി ചെറുതാക്കി എടുക്കാനായിട്ട് ഞാൻ ശ്രമിച്ചിട്ടുണ്ട് കേട്ടോ. ബേസ് കട്ട് ചെയ്യണതൊക്കെ ഞാനതൊക്കെ സ്കിപ്പ് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് വീഡിയോ പെട്ടെന്ന് നിങ്ങൾക്ക് അത് ഒരു ബുദ്ധിമുട്ടാവാതിരിക്കാനായിട്ട് ഞാൻ പെട്ടെന്ന് കാണിച്ചിട്ടുണ്ട്. എല്ലാ വീഡിയോയിലും കാണിക്കണേയാണല്ലോ ബേസ് കട്ട് ചെയ്യണതും എല്ലാം. അപ്പം ഞാനിതിലേക്ക് ഒരു 3 ടീസ്പൂൺ ഈ ശംഖുപുഷ്പത്തിൻ്റെ ലിക്വിഡ് എടുക്കണ്ട കേട്ടോ. ഇനി ഇതിലേക്കൊരു 3 വൈറ്റമിൻ ഇ ക്യാപ്സ്യൂളും കൂടി ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യട്ടാ. ലൈക്സൊക്കെ വളരെ കുറവാണ്, കമൻസും കുറവാണ്. കമൻസിനേക്കാളും കൂടുതൽ ലൈക്സ് കുറവാണ് കേട്ടോ. കമൻറ്റ് ചെയ്യണവർ പോലും ലൈക്ക് ഇടാതെയാണ് തോന്നുന്നത് കമൻറ്റ് ഇടണത്. ലൈക്ക് എല്ലാ വീഡിയോക്കും വളരെ കുറവാണ്. അപ്പോൾ ലൈക്കും കമൻസൊക്കെ തന്നിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണോട്ടെ എന്നെ. അതുപോലെ സബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ് ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടോ. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ തീർന്ന വരെ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കണ്ട് തന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യട്ടോ. അപ്പം ഈ നമ്മുടെ ബേസ് മെൽറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ നമുക്ക് ശംഖുപുഷ്പത്തിൻ്റെ ലിക്വിഡ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എപ്പോഴും പറയും പോലെ തന്നെ ഈ സോപ്പ് ഞാൻ ഉണ്ടാക്കിയത്, എൻ്റെ ഇന്ന് സോപ്പ് കുറച്ച് എടുക്കാമെന്ന് ഒരാൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനൊരു സാമ്പിൾ സോപ്പ് 2 അയച്ചു കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം ശംഖുപുഷ്പത്തിൻ്റെ, അതുപോലെ അലോവേര, പപ്പായ, ഗോട്ട് മിൽക്കിൻ്റെയൊക്കെ സോപ്പ് 1-2 വീതം അയച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അത് ചെയ്യണേണ്ട. അല്ലാതെ വേറെയും ഓർഡർ 2-3 ഉണ്ട്. അതും ഇനി എനിക്ക് ഉണ്ടാക്കണം. ചെറിയ ഓർഡറാണ്, വലിയ ഓർഡറൊന്നുമല്ല. ഒരു 3-4 സോപ്പിൻ്റെ വീതം 2-3 ഓർഡർ വേറെയും കൂടി ഉണ്ട്. അപ്പോൾ ഞാനത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പം കയ്യിൽ ക്യാമറ ഇരിക്കണോണ്ടാണ് കേട്ടോ അത് ആ ചെറിയ പാത്രത്തിലുണ്ടായത് ഞാൻ മൊത്തം അതിലേക്ക് തൂത്തൊഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ വേറെ കളറും കാര്യങ്ങളൊന്നും ആഡ് ചെയ്തിട്ടില്ല. ആ ലിക്വിഡും വൈറ്റമിൻ ഇ ക്യാപ്സ്യൂളും മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ഫ്രാഗ്രൻസ് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തായിരുന്നു കേട്ടോ. അത് കാണിക്കാൻ വിട്ടുപോയതാണ്. അപ്പോൾ ഒരു 5 സോപ്പിനുള്ളത് ഉണ്ട്, അത് ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നമുക്കൊരു 5 സോപ്പ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതൊരു 1-2 മണിക്കൂർ കഴിയുമ്പോൾ നമുക്ക് അൺമോൾഡ് ചെയ്തെടുക്കാതെ. അപ്പോൾ നമ്മുടെ സോപ്പ് അൺമോൾഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ശംഖുപുഷ്പത്തിൻ്റെ ഫ്ലവറിൻ്റെ പൗഡറൊക്കെ ഉണ്ട് അതിൻ്റെ ഉള്ളിലാണ് കാണുന്നത്.
അപ്പോൾ നല്ല അടിപൊളി സോപ്പാണ്. നമ്മുടെ സ്കിന്നിനൊക്കെ ശംഖുപുഷ്പത്തിൻ്റെ ഗുണങ്ങൾ അത്രക്കും ഒരുപാട് ഗുണങ്ങളുള്ളതാണ് ശംഖുപുഷ്പത്തിന്. നമ്മുടെ മുഖത്തെ പിഗ്മെൻറ്റേഷനും മുഖക്കുരു എല്ലാം മാറാനും മുഖത്തിനൊരു ഫ്രഷ് ഫീൽ കിട്ടാനായിട്ടൊക്കെ കുളിച്ച് കഴിയുമ്പോൾ തന്നെ നമുക്കൊരു ഫ്രഷ് ഫീൽ കിട്ടും മുഖത്തിനൊക്കെ. അപ്പം എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കട്ടെ. അപ്പം ഞാനിത് സ്മെല്ല് പോകാണ്ടിരിക്കാൻ വേണ്ടി അപ്പം തന്നെ അത് കവർ ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പം എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി ഉപയോഗിച്ച് നോക്കട്ടെ. നല്ല റിസൾട്ട് ഉണ്ടാവും. അതുപോലെ മുഖക്കുരു ഉള്ളവർ ഈ സോപ്പ് തന്നെ ഉപയോഗിക്കും. ശംഖുപുഷ്പമൊന്നും തന്നെയല്ല കേട്ടോ. അത് മാത്രമല്ല ഈ ബേസ് വെച്ചിട്ടുള്ള ഏത് സോപ്പ് ഉപയോഗിച്ചാലും മുഖക്കുരു കംപ്ലീറ്റ് മാറിയിരിക്കും കേട്ടോ. മുഖക്കുരും മുഖത്തെ കറുത്ത പാടുകളൊക്കെ മാറിയിരിക്കും. അപ്പോൾ ഗ്ലിസറിൻ ബേസ് കൊണ്ടുള്ള സോപ്പ് മുഖക്കുരു ഉള്ളവർ യൂസ് ചെയ്യാനായിട്ട് ഞാൻ എപ്പോഴും പറയണത്. എൻ്റെ മുഖത്തൊക്കെ ഒരുപാട് കുരുക്കളുണ്ടായത് എൻ്റെയും എൻ്റെ മോളുടെയൊക്കെ. അപ്പോൾ ഈ സോപ്പ് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്ത പിന്നെയാണ് ആ കുരുക്കളൊക്കെ ഒന്ന് മാറിയത് എൻ്റെയും മോളുടെയൊക്കെ. അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും എൻ്റെ താങ്ക്സ്.